ആദ്യമായിട്ട് ഈ ടൂർണമെന്റിൽ സഹകരിച്ച പുഞ്ചിരിമാത, ലോഡ്സ്, അത്ലറ്റിക്കോ മണക്കാട് ടീമിലെ 3 ടീമിലെ മാനേജേഴ്സിനും അതിന്റെ കോച്ചുമാർക്കും സഹകരിച്ച ആ ടീമിലെ എല്ലാ ഒഫീഷ്യൽസിനും ലോബക് സ്പോർട്സ് ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ടൂർണമെന്റിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ പറയേണ്ടതാണ്. അത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പൊതുവെ താമസിച്ചുകൊണ്ട് നീട്ടുന്നില്ല. ഒന്ന്. രണ്ടാമത് ഒരു അനൗൺസ്മെന്റ് ഒരു കാര്യം പറയണത്, അത്ലറ്റിക്കോ മണക്കാടിലെ ഫിലിപ്പ് സാറാണ്. സാറ് മാക്സിമം നിർദ്ദേശം തന്നിട്ടുണ്ട് ചില നിയമങ്ങൾക്ക് വേണ്ടി, അതായത് പല രീതിയിൽ. അപ്പോ സാറിനുള്ള നന്ദി ഞാൻ, സാർ ഇവിടെ ഇല്ലെങ്കിലും ആ നന്ദി ഞാൻ നിങ്ങളുടെ മുമ്പ് വെച്ച് അറിയിക്കുകയാണ്. പിന്നെ ഫൈനൽ ഒരു ത്രില്ലിംഗ് ഫൈനലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കളിയുടെ ഒരു വിഷയം പ്രഷർ കംപ്ലീറ്റ് ലോർഡ്സ് ടീമിന്റെ പോയതിന്റെ പ്രധാന കാരണം, ലോർഡ്സ് ടീം ഈ ടൂർണമെന്റിലെ വൈറ്റ് വാഷ് ടീമാണ്. എതിർ ടീമിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര ബ്രില്യന്റ് ആയിരുന്നു ലീഗ് റൗണ്ടിൽ അവരെ കളികളെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു, പ്രഷർ മൊത്തം അവരെ മുമ്പ് പോകും. എവിടെയാണോ വൈറ്റ് വാഷ് ടീം വരുന്നത് അവർക്ക് പ്രഷർ കൂടുതലായിരിക്കും. ആ പ്രഷർ കളി ഗ്രൗണ്ടിൽ വരാതിരിക്കണം. ഗ്രൗണ്ടിൽ വരുമെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോ വിന്നിംഗ് പൊസിഷനിലോട്ട് വരാൻ. നമ്മൾ എത്ര വലിയ പെർഫോമൻസ് ആയാലും വൈറ്റ് വാഷ് ചെയ്തൊരു ടൂർണമെന്റ് ജയിക്കുമ്പോൾ പ്രഷർ മൊത്തം ആ ടീമിന് വരും. അത് ഇന്ന് ഫൈനലിൽ ഉടനീളം കാണാൻ പറ്റി. അത് ഒന്ന്. രണ്ടാമത് ആ പ്രഷർ മികച്ച രീതിയിൽ ഓപ്പോസിറ്റ് ടീം മുതലെടുക്കുന്നുണ്ട് ബാറ്റിംഗിൽ കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂർണമെന്റ് നല്ലൊരു ഡബിൾ ഇന്നിംഗ്സ് ടൂർണമെന്റ് വളരെ എഫോർട്ടായത് ഒരു ഫീൽ വന്നു. കാരണം ഇല്ല എങ്കിൽ അത് വൺ സൈഡ് ഷോ ആയിട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെർഫോമൻസ് ലോർഡ്സ് ടീമായാലും കളി ലെവലിൽ ആ അവരുടെ പ്രഷർ മുതലെടുത്ത് കപ്പടിച്ച ടീമിനും ആ ടീമിന്റെ മാനേജ്മെന്റിനും ഞങ്ങളുടെ ലോബക് സ്പോർട്സ് ക്ലബിന്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനി ടൂർണമെന്റിനെ കുറിച്ച് പറഞ്ഞ് അധികം നീട്ടുന്നില്ല. ഒഫീഷ്യലായിട്ടുള്ള 2 ക്യാപ്റ്റന്മാരെയും സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 വാക്ക് പറയാൻ കഴിവുണ്ടെങ്കിൽ 2 ക്യാപ്റ്റന്മാർക്കും മുമ്പിലോട്ട് വരാം. പകരം ഒരാൾക്ക് വരാം. ടീമിൽ ആർക്കും വേണോ വരാം. പെട്ടെന്ന് ആദ്യം പറയാനെങ്കിൽ പറഞ്ഞു. നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു ടൂർണമെന്റാണ്. പിന്നെ ഫൈനലില് ആദ്യം ലീഗ് മാച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഫൈറ്റ് തന്നെ കളിച്ചത്. പിന്നെ ഒരു 6 മാച്ചസ് ഉണ്ടായിരുന്നു. 6 മാച്ചസിലും എല്ലാവർക്കും നല്ലവർക്ക് കളിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫൈനലിലോട്ട് വരുമ്പം